ഹലോ, ഇന്നത്തെ റെസിപ്പി ഒരു കപ്പ ബിരിയാണിയാണ്. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? ഒരു കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1/4 ടീസ്പൂണ് ഉലുവയിട്ട് പൊട്ടിച്ച് ഒരു വലിയ സവാള 5-6 പച്ചമുളക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മീറ്റ് മസാല ഇതിട്ട് നന്നായി അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ബീഫും എല്ലും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം. വേവൊക്കെ ബീഫിൻ്റെ ഇതനുസരിച്ചിരിക്കും. ഈ സമയം നമുക്കൊരു മസാല ഉണ്ടാക്കണം, ഒരു കൂട്ടുണ്ടാക്കണം. അതിലേക്ക് വേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 1/2 മുറി തേങ്ങ എണ്ണ ചേർക്കാതെയാണ് ഇത് മൂപ്പിച്ചെടുക്കുന്നത്. 1/2 മുറി തേങ്ങ, 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 4-5 ചെറിയ ഉള്ളി, 2 ചെറിയ കഷ്ണം വെളുത്തുള്ളി, കുറച്ച് കരിവേപ്പില. ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. എണ്ണ ചേർക്കണ്ട. എന്നിട്ട് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കണം. ഇപ്പോൾ കപ്പ വേവിച്ചത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്, ബീഫും വെന്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്ത് ചേർത്തെടുക്കണം. അത് നന്നായിട്ട് ഒരു നല്ല കട്ടിയുള്ള ഒരു ചെറിയ തടിയോ അങ്ങനത്തെ എന്തെങ്കിലും വെച്ച് ഇപ്പോൾ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ മാറ്റി വെച്ച ഒരു കൂട്ടാണ്. അത് ഇതിലേക്ക് ഇട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് ഉപ്പൊക്കെ അനുസരിച്ച് ഇട്ടോണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണ് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക. താങ്ക്